ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് യോനാ പ്രവാചകനിൽ നിന്നാണ് സംസാരിക്കുന്നത്. യോനാ പ്രവാചകൻ 3:1 മുതൽ 4 നിന്നും കുറച്ച് വാക്കുകൾ ഞാൻ സംസാരിക്കും. എല്ലാവരും വേദപുസ്തകങ്ങളൊക്കെ എടുത്ത് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹല്ലേലൂയ. യോനാ പ്രവാചകൻ 3:1. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്കുണ്ടായത്: നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്ന്, എന്നാൽ നിനവെ 3 ദിവസം വഴിദൂരമുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യ ദിവസത്തെ വഴിദൂരം ചെന്ന്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം നിനവെ നിവാസികൾക്ക് വരുത്താൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ച് പ്രവാചകനായ യോനയോട് പറയുന്നത്: നീ പോകുക, പോയി അവരോട് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? നിനവെ 40 ദിവസം കഴിഞ്ഞാൽ ഉന്മൂലമാകാൻ പോകുന്നു, നശിച്ചു പോകുന്നു എന്ന് നിങ്ങൾ ആ ജനങ്ങളോട് പറയണം. ആ ജനങ്ങളെല്ലാം അകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരോട് എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നിനവെ നിവാസികളോട് നീ പറയണമെന്ന് പറഞ്ഞപ്പോൾ യോനാ പ്രവാചകൻ യാതൊരു തടസ്സവും പറയാതെ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ട് നിനവയിലേക്ക് യാത്ര തിരിക്കുകയെന്ന്. യാത്രയിലെല്ലാം യോനാ പ്രവാചകൻ പറയാൻ പോകുന്നു. ദൈവം പറഞ്ഞ വാക്ക് എന്താണ് പറഞ്ഞത്? നിനവെ ഉന്മൂലമാകാൻ പോകുന്നു, പൂർണ്ണമായി അത് നശിക്കാൻ പോകുന്നു, ആ ദേശം ഇല്ലാണ്ടാകുന്നു. ഇത് ദേശത്തിലുള്ള ജനങ്ങളെല്ലാം യോനാ പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. അവരെല്ലാവരും യോനാ പ്രവാചകൻ പറഞ്ഞ വാക്ക് ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെല്ലാവരും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവിടെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവർ വലിയവരും ചെറിയവരും ഒരുപോലെ പരുക്കൻ വസ്ത്രം ധരിച്ചു. അവിടെ കോടീശ്വരനാണോ പിച്ചക്കാരനാണോ അങ്ങനെ ഒന്നുമല്ല, എല്ലാവരും ഒരുപോലെ പരുക്കൻ വസ്ത്രം ധരിച്ച് വാർത്ത നിനവെ രാജാവിൻ്റെ അടുക്കലെത്തി. അവരെല്ലാവരും പരുക്കൻ വസ്ത്രം ധരിച്ചു ഉപവസിക്കുന്നു എന്നുള്ളൊരു വാർത്ത ആ നിനവയിലെ രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. നിനവെ ഉന്മൂലമാകാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ, അവിടുത്തെ നിവാസികളെല്ലാം ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവ് എന്താ ചെയ്തത്? അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ഒരു രാജാവാണ്. ഇരുന്ന സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് പരുക്കൻ വസ്ത്രം പുതച്ച് ചാരത്തിലിരുന്നു. രാജാവിൻ്റെ സകല വസ്ത്രങ്ങളും, രാജാവിൻ്റെ വസ്ത്രം ഒരു രാജാവ് എന്തൊക്കെയാണ് ധരിക്കുന്നതെന്ന് നമുക്കറിയല്ലേ, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പരുക്കൻ വസ്ത്രം പുതച്ച് ചാരത്തിലിരുന്നു. ഹല്ലേലൂയ. അവൻ നിനവയിലെങ്ങും വിളംബരം ചെയ്തത് രാജാവിൻ്റെ അവൻ്റെ പ്രഭുക്കന്മാരുടെയും ആജ്ഞ ഇതാകുന്നു: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു സാധനവും ആസ്വദിക്കരുത്, അവയെ മേയ്ക്കുകയോ വെള്ളം കുടിപ്പിക്കുകയോ അരുത്. രാജാവിൻ്റെ കൽപ്പന നിനവെ നിവാസികളോട് പറയാം: നിങ്ങളുടെ ആടുമാടുകൾക്കോ കന്നുകാലികൾക്കോ ഒരു വെള്ളമോ ആഹാരവും കൊടുക്കാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അതിനുശേഷം ഒരു ദേശം മുഴുവൻ ഇത്ര തീഷ്ണതയോടെ ഒരു ദേശം മുഴുവനും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് തീഷ്ണതയോടെ അതിശ്രദ്ധയോടുകൂടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ചിട്ടും അവർ ഉപവസിച്ച ഉടനെ അവരുടെ മേൽ താൻ വരുത്തുമെന്ന് അരുളി ചെയ്ത ശിക്ഷാവിധി ദൈവം മാറ്റുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. നിനവെ നിവാസികളെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. രാജാവും ഭടന്മാരും പ്രഭുക്കന്മാരും ആ ദേശത്തെ നിവാസികളെല്ലാവരും അവരുടെ കന്നുകാലികൾ ആടുകൾക്കൊന്നും ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ എല്ലാവരും ഒരുമിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഇവർ വിചാരിച്ചു
ഉപവസിച്ച് പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുമെന്ന്, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന്. ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ വ്യാധി മാറിപ്പോകത്തില്ല എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ചെയ്ത പ്രവൃത്തികളും കൂടെ നമ്മൾ ഓർത്ത് അതിനെ അനുദപിച്ച് അല്ലെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. ഇവിടെ അത് ചെയ്തിട്ടില്ല. നിനവേ നിവാസികളും രാജാവും പ്രഭുക്കന്മാരെല്ലാം ഉപവാസത്തോട് പ്രാർത്ഥനയിൽ, പക്ഷെ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട്, ശിക്ഷാവിധി ദൈവം മാറ്റുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അവർ ഉപവാസത്തിന് ശേഷം ദൈവം പറഞ്ഞ വാക്കിൽ നിന്ന് ദൈവം പിന്തിരിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ അവർ ഉപവാസത്തിന് ശേഷം തങ്ങളുടെ പാപങ്കലമായ വഴികൾ വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളെ കണ്ട് മനസ്സലിഞ്ഞു. എന്താണ് അവർ ചെയ്ത പാപങ്ങൾ? അതെല്ലാം ഏറ്റുപറയണം. നമ്മുടെ അകത്ത്, നമ്മുടെ ഹൃദയത്തിൽ പാപങ്ങളുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിക്കുവാണെങ്കിൽ തീർച്ചയായും മക്കളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ നമുക്ക് മറുപടി തന്നിരിക്കും. ഇപ്പം നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യ ബുദ്ധി ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറ. നമുക്ക് ആരോടും വെറുപ്പും വേണ്ട, വിദ്വേഷവും വേണ്ട, പകയും വേണ്ട. നമ്മളെ പറഞ്ഞതോ നമ്മളെ ചെയ്തതോ നമ്മളോട് ഒറ്റപ്പെടുത്തിയതോ പ്രവൃത്തി ഇതൊന്നിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയല്ലോ. ഓടിപ്പോയിട്ട് നമുക്കെതിരെ ചെയ്തവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം, അങ്ങനെ ഒന്നല്ല കർത്താവ് പഠിപ്പിച്ചത്. ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ പക, വിദ്വേഷം ഇതൊന്നും നമ്മുടെ മനസ്സിൽ വയ്ക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വരാൻ പോകുന്ന ആപത്ത് വരുമെന്ന് ദൈവം അരുളി ചെയ്തതിൽ നിന്ന് അവൻ മനസ്സ് തിരിക്കും. നിനവേ നിവാസികളോട് മനസ്സ് തിരിച്ച ദൈവം നമ്മളോട് മനസ്സ് തിരിക്കുമെന്നാണ് ഇന്ന് വചനത്തിൽ പഠിപ്പിക്കുന്നത്. പാപങ്കിലമായ വഴികൾ വിട്ടുതിരിഞ്ഞുവെന്ന് കണ്ട ദൈവത്തിനറിയാം നമ്മളിൽ നിന്ന് അത് വിട്ടുപോയോ. നമ്മൾ വിചാരിക്കും പൂർണ്ണമായി പോയില്ലെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുക, പരിശുദ്ധാത്മാവിനോട് പറയണം. പരിശുദ്ധാത്മ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്ന പാപം എന്നിലുണ്ടെങ്കിൽ അവിടുന്ന് അത് വെളിപ്പെടുത്തി തന്നാൽ എനിക്കത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. ആ വഴിയിൽ കൂടി ഇനി പോകരുത്. ദൈവം പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തിയിൽ പോയിട്ട് ഒരു ദോഷം ചോദിച്ചു വാങ്ങരുത്. ആ വഴി ശരിയല്ലെങ്കിൽ ആ വഴിയിൽ കടന്നു പോകരുത്, അവിടെ പോകരുത്, അല്ലെങ്കിൽ ആ ദേശത്ത് പോവരുത്, അത് നിങ്ങൾ ചെയ്യരുത്, അത് നിങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ദൈവമാണ് എന്നോട് നിങ്ങളുടെ അരുളപ്പാട് പറയാൻ. നമ്മളത് അനുസരിക്കണം. ദൈവത്തിൻ്റെ വാക്കനുസരിക്കാൻ, മനുഷ്യൻ്റെ വാക്കല്ല. ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണം. നിനിവേ നിവാസികളും രാജാവും പ്രഭുക്കന്മാരും എല്ലാം ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അവർ അവരുടെ വഴികൾ വിട്ടുതിരിഞ്ഞുവല്ല. സ്വന്തമായി എടുത്ത വഴി, സ്വന്തമായി എടുത്ത തീരുമാനം, സ്വന്തമായി എടുത്ത ആഗ്രഹങ്ങൾ വിട്ടുതിരിയണം. നമ്മൾ ചില സമയങ്ങൾ പലതും നമുക്ക് തിരിയേണ്ട അവസ്ഥ വരും. ആൾക്കാരൊക്കെ പറയും എന്തൊരു ക്രൂരമായ ചിന്തയാണ് അവരത്. തീർച്ചയായും ദൈവം പറഞ്ഞാൽ അതിന് എന്തായാലും അത് വിട്ടുതിരിയണമെന്ന് പറഞ്ഞാൽ അത് വിട്ടുതിരിഞ്ഞേ പറ്റത്തുള്ളൂ. വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികൾ കണ്ട് മനസ്സലിഞ്ഞു. വിട്ടുതിരിഞ്ഞത് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം അവരുടെ പ്രവൃത്തികൾ മനസ്സലിഞ്ഞു. ദൈവത്തിന് നിനവേ നിവാസികളോട് മനസ്സലിഞ്ഞു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. താൻ അവർക്ക് വരുത്തുവാൻ അരുളി ചെയ്ത അനർത്ഥം വരുത്തിയില്ല. ദൈവം അവർക്ക് വരുത്താൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് ദൈവം മനസ്സ് തിരിച്ചു. അത് ദൈവം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. നാം ഉപവാസങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, ദൈവവചനം ശ്രമിക്കുമ്പോഴും അനുതാപത്തോടെയും പ്രാർത്ഥനാപൂർവം എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം ദൈവം പ്രസാദിച്ച് ഉത്തരം അരുളുന്നത്. ഒരു ഉപവാസം 21 ദിവസം ഞാൻ ഉപവസിച്ചു, അല്ലെങ്കിൽ ഞാനൊരു 5 ദിവസം ഉപവസിച്ചു, ഇല്ലെങ്കിൽ ഒരു 14 ദിവസം ഉപവസിച്ചു, ഇല്ലെങ്കിൽ ഒരു 7 ദിവസം ഉപവസിച്ചു എന്ന് പറഞ്ഞിട്ട്, ഞാൻ ദൈവവചനം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട്, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എങ്ങനെയാണ് ദൈവത്തോട് ഉത്തരമരുള്ളത്? പിന്നെയോ ദൈവത്തോടുള്ള താതാത്മ്യം പ്രാപിക്കുവാനായി
നാം എടുത്ത തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് നിനവേ നിവാസികളോടുള്ള ദൈവത്തിൻ്റെ സമീപനം നമ്മെ പഠിപ്പിക്കുന്നു. വെറുതെ ഒരു ഉപവാസം ചെയ്ത്, വെറുതെ ഒരു പ്രാർത്ഥന, ദൈവവചനം പ്രസംഗിച്ചു, പാട്ടുപാടി, പ്രാർത്ഥിച്ചു, ഇത് മാത്രമല്ല. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളയേണ്ടതിനെടുത്ത് കളയുക. എന്നാൽ മാത്രമേ നമ്മുടെ ഉപവാസത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവം നമുക്ക് മറുപടി തരത്തുള്ളൂ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് വിശ്വസിക്കേണ്ടത്. കളയാനുള്ളത് കളയുക, ഉപേക്ഷിക്കാനുള്ളത് ഉപേക്ഷിക്കുക. പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് പോകരുത്. നമ്മുടെ അകത്തുള്ള ഇന്ദ്രിയങ്ങൾ പറയുന്നതല്ല നമ്മൾ അനുസരിക്കേണ്ടത്. നമ്മുടെ അകത്തുള്ള അകമ്മേ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അരുളപ്പാടനുസരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമുക്ക് വരുത്താൻ പോകുന്ന വലിയ വിപത്തിൽ നിന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുമെന്നാണ് നീ ദൈവവചനത്തിൽ പറയുന്നത്. മാനസാന്തരപ്പെടണം നമ്മൾ ആദ്യം. അല്ല, ഇപ്പം നമ്മൾ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉടനെ പോയിട്ട് അവരൊന്ന് കെട്ടിപ്പിടിക്കണം, അതല്ല. അവർക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മിത്രങ്ങൾക്ക് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നിരന്തരം നമ്മളെ വേദനിപ്പിക്കുന്ന എത്രമാത്രം ജനങ്ങളുണ്ട് ഭൂമിയിൽ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് അറിയാം. ഹൃദയത്തെ തൂക്കി നോക്കുന്നൊരു ദൈവമാണ് വചനം പറഞ്ഞു തന്നത്. ആ വാക്ക് കേൾക്കുവാണെങ്കിൽ തീർച്ചയായും ദൈവമക്കളെ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് സന്തോഷമായി ഈ വാക്ക് കേട്ടിട്ട്? നിങ്ങൾ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ പറയുന്നത് അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്ന് അതിനെടുത്ത് മാറ്റ്. ഹൃദയത്തിൽ ആ ഒരു ഇരുട്ട് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് ആത്മീയ ജീവിതത്തിൽ പോകാൻ പറ്റത്തില്ല. അതിനാദ്യം മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും എൻ്റെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും. നമ്മുടെ ദൈവത്തിന് ചെവിയുണ്ട്, കേൾക്കുന്നുണ്ട്, കണ്ണുണ്ട്, കാണുന്നുണ്ട്, കൈയുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, കാലുണ്ട്, നടക്കുന്നുണ്ട്. ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്തുകൊണ്ട് പ്രാർത്ഥന വൈകുന്നു? പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത്, കളയേണ്ടത് കളഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. പല പല സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അല്ലേ? പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? വർഷങ്ങളോളം ഞാൻ ദൈവസന്നിധിയിൽ വചനം പ്രസംഗിച്ചു, പാട്ടുപാടി, പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? എന്തുകൊണ്ടാണ്? നിനിവേ നിവാസിയിലെ 1,20,000 പേരെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ, ഒന്നും രണ്ടും അല്ല അവിടുത്തെ ജനങ്ങൾ, 1,20,000 ആ ദേശത്ത് വസിക്കുന്ന ജനങ്ങൾ, അവരെ രക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റാത്തത്? പറ്റും. ഇന്നു തൊട്ട് ഈ വചനം കേട്ടിട്ട് നിങ്ങളൊന്ന് മുഴങ്കാൽ മടക്ക്. നിങ്ങളിപ്പോൾ സഭയിലാണോ, നിങ്ങളുടെ ഭവനത്താണോ, എവിടെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ വചനം കേട്ടാൽ നിങ്ങളൊന്ന് മുഴങ്കാൽ മടക്ക്. കേട്ട ഉടനെ ആ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് മുഴങ്കാൽ മടക്കി പറ, കർത്താവേ, എനിക്ക് വരാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാനിതാ എൻ്റെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നു. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം, ഇതിൽ നിന്നെല്ലാം എനിക്കൊരു മോചനം തരണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണം. എനിക്ക് വൈകുന്ന വിഷയങ്ങളുണ്ട്, ആ വിഷയത്തിന് എത്രയും പെട്ടെന്ന് ദൈവം മറുപടി തരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി തന്നിരിക്കും. ഇന്നലെ സഭയിൽ ഈ മെസ്സേജായിരുന്നു ഞാൻ കൊടുത്തത്. ഞങ്ങളുടെ സഭയിൽ വരുന്ന എല്ലാ ദൈവജനങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവരോടും പരിശുദ്ധാത്മാ വിഷയം തന്നെയാണ് സംസാരിച്ചത്. അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു. അവർക്കുള്ള മറുപടിക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയങ്ങൾക്കായി അവർ പ്രാർത്ഥിച്ചു. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഈ 2025 തീരുന്നതിന് മുൻപേ തമ്പുരാൻ അവരുടെ വിഷയത്തിന് മറുപടി കൊടുക്കുമെന്ന്. ഈ വചനം കേട്ട നിങ്ങൾക്കും ദൈവം മറുപടി തരുമെന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പാ സ്തോത്രം. ഈ വചനം കേട്ട ഓരോ മക്കളെയും കർത്താവ് അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അവിടെ നിന്ന് കൊടുക്കണമേ. വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ സഭകൾ മാറിപ്പോയി. അവിടെയൊന്നും ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു,
ഒരിക്കലും മറുപടി കിട്ടത്തില്ല എന്ന് പിറകോട്ട് വലിക്കുന്നവർ ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരുടെ അകൃത്യങ്ങളെ വലിച്ചെറിയുന്നൊരു ദിവസമായി തീരട്ടെ. അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന പാപം അവരെ തന്നെ ശോധന ചെയ്ത് ആ പാപത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ കർത്താവേ. അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ അവർക്ക് കൊടുക്കണമേ കർത്താവ്. ഇന്ന് അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. ആരും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരല്ലേ പരിശുദ്ധ ആത്മാവേ. അകൃത്യങ്ങളെ ഏറ്റുപറയുമ്പോൾ 1,20,000 പേരായ നിനവെ ദേശത്തുള്ള ജനങ്ങളെ സ്വർഗസ്ഥനായ ദൈവം രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, വരാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നേറ്റു പറയുന്ന ഓരോ കുടുംബത്തിൻ്റെ മേലെ, ആ ദേശത്തിൻ്റെ മേലെ, ആ പട്ടണത്തിൻ്റെ മേലെ വരുത്താൻ പോകുന്ന വലിയ വിപത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.